ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ മകൾ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മുടെ മേൽ ദൈവം പകർന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ പകൽക്കാലം സർവശക്തിയുള്ള ദൈവം നമ്മോട് സംസാരിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാനായി താല്പര്യപ്പെടുന്നു. നമ്മൾ വായിച്ചതായ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. വായിച്ച സങ്കീർത്തനം 71 സങ്കീർത്തനം, Psalms 71. അതിന്റെ 71 സങ്കീർത്തനം, അതിന്റെ 20 വാക്യം ആർക്കെങ്കിലും വായിക്കാമല്ലോ? Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. Psalms 71 verse 20. 20 വാക്യത്തിൽ വായിക്കുമ്പോൾ, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ആ വാക്യത്തിൽ വളരെ ചിന്തിക്കേണ്ടതായ ചില വചനാംശങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പറയപ്പെട്ടിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കടന്നുപോയ പാതകളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളും ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയുവാനുള്ള ഒരു വചനം ഇത് തന്നെയാണ്. കർത്താവേ, അനവധി അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുമാറാക്കിയവനെ. ഈ ദൂരദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ആ അനവധി കഷ്ടതകളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ, അനർത്ഥങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അടുത്തൊരു പ്രത്യാശയുടെ വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നു. നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. അടുത്തൊരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റുമാറാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷേ ആഴത്തിൽ അവൻ അകപ്പെട്ടു പോയൊരവസ്ഥയിൽ രോഗങ്ങളാൽ, ദുഃഖങ്ങളാൽ, ദുരിതങ്ങളാൽ, വേദനകളാൽ, പ്രതിസന്ധികളാൽ, പ്രതികൂലങ്ങളാൽ, അനർത്ഥങ്ങളാൽ അകപ്പെട്ടു പോയൊരവസ്ഥയിൽ ഇന്നുമായിരിക്കുന്ന ദൈവദിനത്തിന് പ്രത്യാശ തരുന്ന ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുമാറാക്കിയവരെ, നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. താങ്ക് യു ലവിംഗ് ഗോഡ്. അതിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ദാറ്റ് മീൻസ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ഒരു കഷ്ടതകളിലൂടെ, അനർത്ഥങ്ങളിലൂടെ, ആപത്തുകളിലൂടെ, സാമ്പത്തികമായും ആത്മീകമായും മറ്റുള്ള ഏതോ വിധത്തിലൊക്കെ പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഒരുപക്ഷെ മരിച്ചുപോയ വ്യക്തിയെ അവൻ ശവക്കല്ലറയിൽ അടക്കം ചെയ്യുന്നത് പോലെ, കുഴിക്കകത്ത് വെച്ച് മണ്ണിട്ട് കൂടുന്നത് പോലെ ഒരവസ്ഥയിൽ അവൻ കഴിഞ്ഞ നാളുകളിൽ കഷ്ടതകള്, കണ്ണുനീര്, വേദനയും നിരാശയും രോഗ ദുരിത ദുഃഖാദികളിലൂടെ കടന്നുപോയപ്പോൾ അതിനെ ആഴത്തിലേക്ക് വീണ്, ആഴത്തിലേക്ക് ഇട്ട് മണ്ണിട്ട് മൂടുന്നത് പോലെ ജീവിതത്തിന്റെ അവസ്ഥകളിലായിരുന്നുവെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, നീ അതിൽ നിന്ന് ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. നിർജീവമായി പോയ അവസ്ഥയിൽ നിന്ന്, ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന്, കഷ്ടതയാ ഇതോടെ തീർന്നു എന്ന്, അനർത്ഥങ്ങളാ ഇതോടെ അവസാനിച്ചു എന്ന്, ആപത്തുകളാ ഇതോടുകൂടി അസ്തമിച്ചു എന്ന് ലോകം പിശാച് വിധി എഴുതിയ സ്ഥാനത്ത് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനായിട്ടുള്ളത്,
അവൻ ദൈവം നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. Thank you Lord. നമ്മുടെ ദൈവം നമുക്ക് ജീവൻ നൽകുന്ന ഒരു ദൈവമാണ്, നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ആഴത്തിൽ നിന്ന് തിരികെ കയറ്റുന്ന ഒരു ദൈവമാണ്. ആഴത്തിൽ നിന്ന് തിരികെ കയറ്റണമെങ്കിൽ ആഴത്തിൽ നിന്ന് തിരികെ കയറിയവന് മാത്രമേ നമ്മെ തിരിച്ചു കയറ്റുവാൻ കഴിയൂ. എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ പറഞ്ഞാണ്. Praise the Lord. ആഴത്തിൽ നിന്ന് തിരികെ കയറിയവന് മാത്രമേ അവൻ ആഴത്തിൽ കിടക്കുന്നവരെ കരം പിടിച്ചുയർത്തുവാൻ, കരകയറ്റുവാൻ കഴിയുകയുള്ളൂ. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു അവൻ കല്ലറയുടെ അകത്തളത്തിൽ അവനെ അടക്കം ചെയ്തുവെങ്കിൽ ആ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഈ റോമ ഗവൺമെന്റ് ഇന്റീരിയർ മുദ്രയെ ഭേദിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തു മരണത്തെ വെല്ലുവിളിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചങ്ങലകളെ പൊട്ടിച്ച് കല്ലറയെ തകർത്തുകൊണ്ട് അധികാരങ്ങളെ വാഴ്ചകളെ അവൻ സകലത്തെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങി പോട്ടെഴുന്നേറ്റ് വന്ന യേശു ക്രിസ്തു ആഴമേറിയ പാതാളത്തിനകത്തിറങ്ങി അവിടെ ബന്ധിക്കപ്പെട്ടവരായിരിക്കുന്നവരെ അവിടെ പിടിപ്പിച്ച് അവരെ കൊണ്ട് സ്വർഗത്തിലേക്ക് കയറുകയില്ലെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ മാത്രമേ ആഴത്തിൽ നിന്ന് അവൻ കരം പിടിച്ചുയർത്തുവാൻ കഴിയുകയുള്ളൂ എന്ന സത്യം ഈ പകൽക്കാലം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്റെ കരം നമുക്ക് വേണ്ടി നീട്ടുന്ന ദൈവമാണ്. സങ്കീർത്തനം 112 പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. ഉയർന്നിരിക്കുന്ന ദൈവത്തിന്റെ കരത്താൽ വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ഉയർന്നിരിക്കുന്ന കരം, ഉന്നതനും ശാശ്വതവാസിയുമായ ദൈവം നമ്മെ ആ വലങ്കരത്തിൽ പിടിച്ച് നടത്തും, ഉയർത്തും എന്നുള്ളതൊരു സംശയമില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തോടുകൂടെ ചേർന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തെ, നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ചൊന്ന് അല്പമായി ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. സ്വർഗത്തിലെ ദൈവം കഷ്ടത എന്ന തീച്ചുളയിലൂടെ ഒരു മനുഷ്യനെ കടത്തിവിട്ടപ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ അവനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവനൊരു ഭാഗ്യവാനായൊരു മനുഷ്യനായി തീർന്നു. നമുക്ക് ഏവർക്കും സുപരിചിതനായൊരു മനുഷ്യനാണ് യോബ്. അതൊരു എക്സാമ്പിൾ. വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ചരിത്ര പുരുഷന്മാർ കഷ്ടത എന്ന തീച്ചുളയിലൂടെ കടന്നുപോയവരിൽ ഏറ്റവും അധികമായി നമുക്ക് എടുത്തു പറയുവാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് അപ്പോസ്തലൻ യാക്കോബിലൂടെ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിപ്പീൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ വായിക്കാമല്ല. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. Praise the Lord. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കഷ്ടതകളും അനവധി അനർത്ഥങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവവൈതൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് അവന്റെ സഹിഷ്ണുതയാണ്. സ്തോത്രം. കഷ്ടത വരുമ്പോൾ നോക്കി നിന്ന് ചിരിക്കുവാൻ വേണ്ടിയല്ല, കൈകൊട്ടുവാൻ വേണ്ടിയല്ല ദൈവം നോക്കുന്നത് ആ കഷ്ടതയിൽ അവനുള്ള സഹിഷ്ണുതയാണ്. സ്തോത്രം. ആ കഷ്ടതയിൽ ഒരു വ്യക്തി എന്തുമാത്രം സഹിക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. ഇത് ഏതൊരു കമ്പനിയിൽ ജോലിക്ക് ആദ്യമായി പ്രവേശിക്കുമ്പോഴും, ഏതൊരു സേനകളിൽ ജോലിക്ക് പ്രവേശിക്കുമ്പോഴും, ഏതൊരു സ്ഥലത്ത് ആദ്യമായി ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ്
വളരെ കഷ്ടതയായിരിക്കാം. ഒരുപക്ഷെ ഈ ജോലി എനിക്ക് വേണ്ട, എനിക്കിത് പറ്റത്തില്ല, എനിക്ക് ഇതിനുള്ള ഏതൊരു ചെയ്യുവാനുള്ള കഴിവില്ല, അന്ന് എബിലിറ്റി എനിക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ചു പോകുവാനുള്ള പ്രവണതകൾ ഉണ്ടാകും. അതിനുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകും, അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിന്റെ മധ്യേ സഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയായിരിക്കും ഈ ജോലിയിൽ ഏറ്റവും ഉന്നത അനുഭവത്തിൽ വരുന്നത്. സ്തോത്രം. ഇന്ന് ലോകം അറിയപ്പെടുന്ന പല പല ബിസിനസ്സുകാർ നമ്മുടെ കേരളത്തിലുണ്ട്. ലോകം അറിയപ്പെടുന്ന എത്രയോ ഉന്നതന്മാരുണ്ട്. പക്ഷെ ആ ഉന്നതന്മാരുടെ ചരിത്രങ്ങളിലേക്ക്, അവരുടെ ജീവിത ചരിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത, വഴിയില്ലാതിരുന്ന എത്രയോ പേരുടെ ജീവിതങ്ങളാണ് ദൈവം അവരെ മാറ്റി ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ ഏറ്റവും ഉന്നത അനുഭവങ്ങളിൽ ഉന്നതന്മാരായി കോടിക്കണക്കിന് ആസ്തികളുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്യുന്ന ഉന്നത കമ്പനികൾ നടത്തുന്ന ഉന്നതന്മാരുടെ ചരിത്രത്തിന്റെ പിന്നിൽ അവരുടെ സഹിഷ്ണുതയെ ദൈവം കണ്ടു എന്ന കാര്യം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു വാക്ക് പറയുമ്പോൾ സാധാരണ ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ, പെന്തക്കോസ്തുകാരല്ല, ദൈവമക്കൾ എല്ലാവരും പറയും എല്ലാവർക്കും ദൈവമോ? അത് ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഒരുത്തന്റെ കഷ്ടതയിൽ അവൻ മനുഷ്യനായി ജനിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവന് വരുന്ന കഷ്ടതയിൽ, അവന് വരുന്ന അനർത്ഥങ്ങളിൽ ദൈവം നോക്കി നിന്ന് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. ആ കഷ്ടതയിലും, ആ അനർത്ഥത്തിലും, ആ വേദനയിലും, ആ പരിശോധനയിലും, ആ പ്രതികൂലത്തിലും എത്രത്തോളം ദൈവത്തെ ബഹുമാനിക്കുന്നു, എത്രത്തോളം ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന കാര്യം ദൈവജനം മറന്നു പോകരുത്. Praise the Lord. Praise the Lord. Hallelujah. വിഷയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഇയ്യോബിന്റെ ജീവിത ചരിത്രത്തെ അറിയാത്തവരാരുമില്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത്, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ആമേൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ അത് തൊട്ടു താഴെ പറഞ്ഞിരിക്കുന്നു, അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇയ്യോബിന്റെ ജീവിത ചരിത്രമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുപിടിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഒരു സഹിഷ്ണുതയെ ആവശ്യമാണ്. എല്ലാത്തിനും ഒരു സഹിഷ്ണുതയെ ആവശ്യമാണ്. ആ സഹിഷ്ണുതയോടെ കാത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലിന് അവന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം കുറിക്കപ്പെട്ടിരിക്കുന്ന സമയം, ആ ദൈവം വെച്ചിരിക്കുന്ന ട്രെയിനിങ് പീരീഡ്, ദൈവം അവന് കൊടുത്തിരിക്കുന്ന സഹിഷ്ണുതയുടെ കാലം, ദൈവം അവന് കൊടുത്തിരിക്കുന്ന പരീക്ഷയുടെ കാലം അല്പം കഴിയുമ്പോൾ ഇയ്യോബിനെ പോലെ അടുത്തു പറഞ്ഞിരിക്കുന്നത്, ഇയ്യോബിന് ദൈവം വരുത്തിയ, ആ വാക്ക് ശ്രദ്ധിക്കുക, ഇയ്യോബിന് ദൈവം വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുപിടിക്കുന്നു. സ്തോത്രം. ഇയ്യോബിന്റെ കഷ്ടതയെ കുറിച്ച് മാത്രമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്. പക്ഷെ ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അവസാനം വിശ്വസ്തയോടെ, സഹിഷ്ണുതയോടെ കാത്തിരുന്നത് കൊണ്ട് അവന് ലഭിച്ച നന്മ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായ നന്മയാണ് ദൈവം അവന് കൊടുത്തത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അവന്റെ ആ ശ്രേഷ്ഠമായ പദവിയെ കണ്ട്, അവന്റെ ശ്രേഷ്ഠതയെ കണ്ട്, അവന്റെ സഹിഷ്ണുതയെ കണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുരുഷനാണ് ഇയ്യോബ്. ഇന്ന് ലോകം മുഴുവന് ഇന്ന് സകലവരും എടുത്ത് പ്രസംഗിക്കുന്ന ഒരു ചരിത്ര പുരുഷനാണ് ഇയ്യോബ്. കാരണം അവന്റെ 7000 ആടുകൾ, അവന്റെ 3000 ഒട്ടകങ്ങൾ, അവന്റെ 500 കാളകൾ, അവന്റെ 500 ജോഡി കഴുതകൾ, അവന്റെ ദാസന്മാർ, അവന് 7 പുത്രന്മാർ, 7 പുത്രിമാർ തുടങ്ങിയുള്ള അവൻ സകല കുടുംബാംഗങ്ങള്, അവന്റെ മക്കള് സകലവും നഷ്ടപ്പെട്ടു പോയി. മീൻസ് ഒരു മാൻ ഓഫ് ലോസ്റ്റ് എന്ന് പറയപ്പെടുവാൻ, മാൻ ഓഫ് ലോസ്റ്റ്, ഒരു നഷ്ടത്തിന്റെ മനുഷ്യൻ എന്ന്
വേദപുസ്തകത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇയ്യോബ്. മാൻ ഓഫ് ലോസ്റ്റ്, എല്ലാം നഷ്ടത്തിന്റെ ചരിത്രം എഴുതി കുറിക്കുവാനുള്ളവർ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാമല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നത് അവന് 4 വിധത്തിലുള്ള നഷ്ടങ്ങൾ അവനുണ്ടായതിനെ കുറിച്ച് ഒക്കെ, വളരെ 4-5 വിധത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നമുക്കൊന്ന് പെട്ടെന്ന് ആ ഭാഗത്തിലേക്ക് കടന്നു പോകാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ വായിച്ചാണ്. 1-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്ന് കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശെബായാർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോകുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം തന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുകി പോന്നു എന്ന് പറഞ്ഞു. ആ വാക്യത്തിൽ ശ്രദ്ധിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് the man of loss എന്ന് പറയപ്പെടുവാൻ, നഷ്ടത്തിന്റെ മനുഷ്യൻ എന്ന് പറയപ്പെടുവാൻ അതിന് യോഗ്യനായ ഒരു ചരിത്ര പുരുഷനാണ് ഇയ്യോബ്. ആ ഇയ്യോബിന്റെ ജീവിതത്തെ കുറിച്ച്, അവന്റെ നഷ്ടങ്ങളുടെ ചരിത്രം മുഴുവനും എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 13 മുതൽ അതിന്റെ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നത്. സ്തോത്രം. അതിന്റെ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നത്. ഓക്കെ, ആ ഒന്നാമതായി അവനുണ്ടായ നഷ്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ സാമ്പത്തിക നഷ്ടം അവന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത് അവനുണ്ടായ നഷ്ടം സാമ്പത്തിക നഷ്ടമാണ്. എന്താണ് അവന് സംഭവിച്ചത്? അവന് നഷ്ടപ്പെട്ടത് മൃഗങ്ങൾ. അവന് വലിയ മൃഗസമ്പത്തുണ്ടായിരുന്നതാണ്. 1-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകരുന്നവനുമായിരുന്നു. അടുത്ത് അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. സ്തോത്രം. അവന് മൃഗസമ്പത്ത് 7000 ആടുകൾ 3000 ഒട്ടകൻ, അവന്റെ ആടുകൾ, അവന്റെ ഒട്ടകങ്ങൾ, കഴുതകൾ, ഇങ്ങനെ വലിയ മൃഗസമ്പത്തുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ നഷ്ടം അവന്റെ സാമ്പത്തിക നഷ്ടമായി. അവന്റെ സമ്പത്ത് അവന് നഷ്ടമായി. He lost his property. അവന്റെ സാമ്പത്തികമായ അവന്റെ വസ്തുവക, അവൻ എന്തൊക്കെ നന്മയായിട്ടുണ്ടായിരുന്നുവോ എല്ലാം നഷ്ടപ്പെട്ടു. അതിന്റെ ചരിത്രമാണ് ഈ 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ കാണുന്നത്. എന്താ ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്? നമുക്കറിയാം, he is the responsibility person in his family. അവന്റെ കുടുംബത്തിൽ ഉത്തരവാദിത്വമുള്ളവനായിരുന്നു. he is man of prayer. അവനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. he was a man of intercessory. മറ്റുള്ളവർക്ക് വേണ്ടി അവൻ മധ്യസ്ഥത ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മാത്രം. man of faithful. അവന് വിശ്വസ്തതയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇയ്യോബിനെ കുറിച്ച് പഠിക്കുവാൻ കഴിയും. എന്നാൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവനുണ്ടായ നഷ്ടമാണ്. വാട്ട് ആർ ദ ലോസ്റ്റ്? എന്തൊക്കെയാണ് അവനുണ്ടായ നഷ്ടങ്ങൾ? അതിൽ ഒന്നാമത്തേതാണ് 13-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവന്റെ മൂത്ത ജ്യേഷ്ഠ ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കുക, അവരുടെ മൂത്ത മകന്റെ ഭവനത്തിൽ എത്ര മക്കളാ ഉള്ളത്? 10 മക്കൾ. സ്തോത്രം. എത്ര ആൺമക്കളാ? 7 ആൺമക്കൾ. അപ്പോൾ അതിന് ആരാണ് അതിന് മൂത്തത്? ഏറ്റവും മൂത്തയാളിന്റെ വീട്ടില് അവരെല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷിച്ച് സല്ലാപിച്ച് സമാധാനത്തോടും ആനന്ദത്തോടും കൂടെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സംഭവം അവിടെ സംഭവിക്കുകയാണ്. വായിച്ചാളെ, ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു, കാളകളെ കൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് ശെബായാർ വന്ന് അവയെ പിടിച്ചു കൊണ്ടുപോവുകയും വേലക്കാരൻ
വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്യുകയായിരുന്നു. അതിൽ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു. ഞാൻ അവന് എങ്ങനെയോ എസ്കേപ്പായി, എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു. ഇതാ നിന്റെ അടുക്കൽ വന്ന് വിവരം അറിയിക്കുവാൻ വന്നിരിക്കുന്നു. അവരുണ്ടായിരുന്ന കാളകളെ ചേർത്ത് വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറുവശത്ത് കഴുതകൾ മേഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ കാളകളെയും അതുപോലെ കഴുതകളെയും ശേബയ എന്ന ശത്രുക്കൾ വന്ന് എല്ലാം പിടിച്ചു കൊണ്ടുപോയി. അതിനെ മേയിച്ചുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നുവല്ലോ, അതിന് നടത്തിപ്പുകാരുണ്ടായിരുന്നു. എല്ലാവരെയും വാളുകൊണ്ട് വെട്ടിക്കൊണ്ടു കളഞ്ഞു. അതിൽ ഞാൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് ഓടി വന്ന് ഇയ്യോബിനോട് പറഞ്ഞു. ഒന്നാമതായി അവന്റെ ജീവിതത്തിൽ വന്ന മൃഗങ്ങളുടെ നഷ്ടം. രണ്ടാമതായി അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വായിച്ചോട്ടെ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. നോക്കിയ ദൈവത്തിന്റെ തീ ആകാശത്തിൽ നിന്ന് വീണ് കത്തി. ആടുകളും വേലക്കാരും ആ തീക്ക് ഇരയായി പോയി. നിന്നെ വിവരമറിയിക്കുവാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. നോക്കിക്കേ, രണ്ടാമത് സംഭവിച്ചത് ആകാശത്തിൽ നിന്ന് വലിയൊരു തീ ഇറങ്ങി വന്നു. ആ തീ ഇറങ്ങി വന്ന് സകല ആടുകൾ, 7000-ഓളം ആടുകൾ ഉണ്ടായിരുന്നു. ആടുകളെ പരിപാലിക്കേണ്ട ആളുകളും, ശ്രദ്ധിക്കുക, ആടുകളെ പരിപാലിക്കുന്ന ഇടയന്മാരാകുന്ന ആളുകളും ആ വേലക്കാരും അവിടെ കൂട്ടമായി ആ കാട്ടിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തീ വന്നു വീണു. അവരെല്ലാം നശിച്ചുപോയി. ആടുകൾ നഷ്ടപ്പെട്ടു പോയി. ആടുകളെല്ലാം വെന്തുപോയി, ചത്തുപോയി. ആൾക്കാരെല്ലാം ചത്തുപോയി. ഒരൊറ്റ വ്യക്തികൾ പോലും ശേഷിക്കുന്നില്ല. അതിൽ എങ്ങനെയോ ഞാനൊരുത്തൻ മാത്രം ശേഷിച്ചു. ഒരുത്തൻ മാത്രം ശേഷിച്ചു. ഇതാ നിന്റെ അടുക്കൽ ഞാൻ വന്നിരിക്കുന്നു, ഈ വിവരം അറിയിക്കുവാനായി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 17-ാമത്തെ വാക്യം വായിക്കാമല്ലോ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്ന്, പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്നു. ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. എല്ലാ വേലക്കാരെയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊന്നു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു. നോക്കിക്കേ, അവൻ മൂന്നാമതായി അടുത്ത സന്ദേശം വരികയാണ്. ഒന്നാമത് അവൻ ആദ്യത്തെ ഒരു ദൂതൻ വന്നു. അവന്റെ വേലക്കാരിൽ ഒരുത്തൻ ഓടി വന്ന് പറയുകയാണ്, അയ്യോ യജമാനനെ, നമ്മുടെ ആടുകൾ, നമ്മുടെ ഒട്ടകങ്ങളെ, നമ്മുടെ കാളകളെയും കഴുതകളെയും ശേബയാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. സകല ജോലിക്കാരെയും വേലക്കാരെയും വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊന്നു കളഞ്ഞു. അടുത്ത് പറയുന്നു, നോക്കിക്കേ, ആകാശത്തിൽ അടുത്തൊരുത്തൻ വന്ന് പറയുന്നു, ആകാശത്തിൽ തീ വന്നു. ആ തീയാൽ ആടുകളും എല്ലാം മരിച്ചുപോയി. അവൻ നമുക്കിപ്പോൾ ഒരൊറ്റ കുഞ്ഞാടോ, ഒരൊറ്റ വേലക്കാരനോ ശേഷിക്കുന്നില്ല. അതിൽ നിന്ന് ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവരാ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്തവൻ ഓടി വരികയാണ്. അവൻ വന്ന് പറയുന്നു, അയ്യോ യജമാനനെ, സംഭവിച്ചത് നോക്കൂ, നമ്മുടെ ഒട്ടകങ്ങളെല്ലാം മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വായിച്ചോട്ടെ, ഒട്ടകങ്ങളെല്ലാം മേഞ്ഞുകൊണ്ടിരിക്കുകയായി. 17-ാമത്തെ വാക്യം. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. നോക്കുക, ജോലിക്കാരെ മുഴുവനും വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊന്നു. സ്തോത്രം. കൽദയർ വന്നു, ഒട്ടകങ്ങളെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി. ഒരൊറ്റ ജോലിക്കാർ ബാക്കിയില്ല, എല്ലാവരെയും കൊന്നുകളഞ്ഞു. അതിൽ നിന്ന് ഒരുത്തൻ മാത്രം ശേഷിച്ചു. എങ്ങനെയോ അവനോട് രക്ഷപ്പെട്ട് ഇയ്യോബിന്റെ അടുക്കൽ വന്ന് ആ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. സ്തോത്രം.
അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് 18ാമത്തെ വാക്യം വരുമ്പോൾ 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് അവൻ കടക്കുകയാണ്. ഇതുവരെ സംഭവിച്ചത് അവന്റെ ആടുകൾ, അവന്റെ ഒട്ടകങ്ങൾ, അവന്റെ കാളകൾ, അവന്റെ കഴുതകൾ, സകലവും അവന്റെ ജോലിക്കാർ, എത്രയോ 1000 ജോലിക്കാരുണ്ടായിരുന്നു. എല്ലാ ജോലിക്കാരും നഷ്ടപ്പെട്ടു പോയി. എല്ലാ ജോലിക്കാരും മരിച്ചുപോയി. ഓ, മൃതശരീരങ്ങൾ മാത്രം, നിഹതന്മാർ മാത്രം നിറഞ്ഞു കിടക്കുന്ന ഒരു പറമ്പ് പോലെ അവന്റെ ചുറ്റുപാട്, അവന്റെ കൂടാരത്തിന് ചുറ്റ്, അല്ലെങ്കിൽ അവന്റെ ആടുപാടുകൾ നിന്ന സ്ഥലങ്ങൾ മുഴുവനും അവന്റെ വേലക്കാർ രക്തപ്പുഴയിൽ കിടക്കുകയാണ്. ഒന്നുകൂടെ ശേഷിച്ചിട്ടില്ല. സകലവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട് അവൻ നമ്മളാണ് എന്ത് ചെയ്യും? അവൻ ഏത് അവസ്ഥയിലായിരിക്കും? ഇപ്പോൾ യോബ് അവനൊരു പക്ഷെ തലയിൽ കൈവച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരുത്തൻ വരികയാണ്. 18ാമത്തെ വാക്യം. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവരെല്ലാം മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തൻ മാത്രം എഴുതി പോന്നു. നോക്കുക, 4ാമത്തെ സംഭവം വിളിച്ചു പറയുകയാണ്. നോക്കുക, എന്റെ യോബേ, യജമാനനെ, നിന്റെ മക്കൾ നിന്റെ മൂത്ത മകന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സല്ലാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു ശക്തമായ കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റ് അവർ ഇരുന്നിരുന്ന വീടിന്റെ 4 ദിശയ്ക്കും അടിച്ചു, 4 മൂലയ്ക്കും അടിച്ചു. എന്നിട്ട് ആ വീട് തകർന്നുപോയി. ആ വീട് വീണ്, ആ കെട്ടിടം വീണ്, നിന്റെ 10 മക്കള് അവിടെ ഒരുമിച്ച് മരിച്ചുപോയി. Man of lost. നഷ്ടത്തിന്റെ മനുഷ്യൻ. നഷ്ടങ്ങളുടെ പരമ്പരകളാണ്. നമുക്ക് കേവലം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു കുഞ്ഞു കോഴി, ഒരു കോഴിക്കുഞ്ഞ് ചത്തുപോയാൽ, കാക്ക കൊണ്ടുപോയാൽ, പരുന്ത് കൊണ്ടുപോയാൽ പിന്നെ ആരാധനയ്ക്ക് പോകാത്ത വിശ്വാസികളുണ്ട്. പിന്നെ ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട. അയ്യോ, എനിക്ക് നഷ്ടം. ഇതുപോലത്തെ നഷ്ടം ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതുപോലൊരു വേദന ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവരാ സാഹചര്യത്തിൽ വളരെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ മുഴുവൻ മൃഗങ്ങൾ നഷ്ടമായി. അവരുടെ ആടുമാട്, കന്നുകാലികൾ, ഒട്ടകം, കഴുത തുടങ്ങിയതെല്ലാം നഷ്ടമായി. ഇതിന്റെ പരിപാലകരായിരുന്ന സകല ഇടയന്മാരും നഷ്ടമായി. ഇപ്പോൾ ആരുമില്ല. 10 മക്കൾ, ആ 10 മക്കളും ഒരുമിച്ച് നഷ്ടമായി. Man of lost. He lost his family, lost his children. അവരിപ്പോൾ അവരുടെ മക്കൾ, തലമുറകൾ നഷ്ടമായി. ആരുമില്ല. അവരിപ്പോൾ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ നിലവിളിക്കണമോ, കരയണമോ, അത് മരിക്കണമോ, ജീവിക്കണമോ എന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവൻ വാവിട്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വാവിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നേരെ അവന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ സിംഹാസനത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ വിചാരിച്ചത്, ഹോ, man of lost gone to see suicide. അവരിപ്പോൾ നഷ്ടത്തിന്റെ മനുഷ്യൻ ഒരിക്കൽ മരിക്കുവാൻ, ആത്മഹത്യ ചെയ്യുവാൻ പോകുകയാണോ എന്ന ചിന്തയിൽ നോക്കി നിൽക്കുമ്പോൾ അവന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അല്പം മാറി അവന്റെ മുട്ടുകളെ മടക്കി ദൈവത്തിലേക്ക് കരങ്ങളെ
കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗത്തിൽ ദൈവത്തേക്ക് നോക്കി, അവന്റെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്. വായിക്കാമല്ലോ വാക്യം. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. യെസ്. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു. യഹോവ എടുത്തു. യഹോവ തന്നു. യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ സാഷ്ടാംഗം വീണു. അവൻ ദൈവത്തിന് മുൻപാകെ അവൻ സാഷ്ടാംഗം വീഴുകയാണ്. അവൻ വീണുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിലേക്ക് അവൻ കരമുയർത്തി പറയുന്നു, ഞാൻ നഗ്നനായി ഈ ലോകത്തിലേക്ക് വന്നു, ഒന്നുമില്ലാത്തവനായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഇപ്പോൾ നോക്കിക്കേ, എനിക്കെല്ലാം ദൈവം തന്നു, ദൈവം എനിക്കെല്ലാം തന്നു. പക്ഷെ ഇപ്പോൾ ദൈവമെല്ലാം എടുത്തു. ആ തന്ന ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ. Man of thanksgiving in his painful situation. അവന്റെ വേദനയേറിയ സാഹചര്യത്തിന് സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനുഷ്യൻ. ഒരുപക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവരെല്ലാം അവരെ എന്തും ആക്ഷേപിക്കാം, എന്ത് വേണമെങ്കിലും പറയാം. ഇത്രയൊക്കെ ആയിട്ട് അവൻ ഇത്രയും നഷ്ടം വന്നിട്ട്, ഇത്രയൊക്കെ വേദന വന്നിട്ട് നോക്കിക്കേ, അവൻ സന്തോഷിക്കുന്നു, അവൻ ചിരിക്കുന്നു, അവൻ ദൈവത്തെ ആരാധിക്കുന്നു. ഈ ദൈവമല്ലേ അവനെ ഇത്രയും വേദനിപ്പിച്ചത്, ഇത്രയും കഷ്ടപ്പെടുത്തിയത്? ദൈവമല്ലേ അവന്റെ മക്കളെ നഷ്ടപ്പെടുത്തിയ ദൈവമല്ലേ എന്നൊക്കെ ഒരുപക്ഷെ അവനെ കുറ്റപ്പെടുത്തിയവര്. പക്ഷേ ദൈവത്തിന് മുൻപാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. Praise the Lord. ദൈവത്തിന് മുൻപാകെ നെടുമ്പാട് വീണ് ദൈവത്തെ നമസ്കരിച്ചുകൊണ്ട് ദൈവത്തിന് ഒരു വാക്ക് പറഞ്ഞ് മഹത്വപ്പെടുത്തി, ഞാൻ നഗ്നനായി ഞാൻ പുറപ്പെട്ടു വന്നു. എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നും ഞാൻ നഗ്നനായി പുറപ്പെട്ടു വന്നു. ഇപ്പോൾ നഗ്നനായി തന്നെ ഞാൻ പോകുന്നു, മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം ആ വേദനയുടെ മധ്യേ അവന്റെ സഹിഷ്ണുതയെ ദൈവം തൂക്കി നോക്കി. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാനായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മുടെ സഹിഷ്ണുതയെ നോക്കുകയാണ്. എല്ലാം ഉള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കുക എന്നല്ല, ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരോടാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം. Praise the Lord. ഒരു നഷ്ടത്തിന്റെ മധ്യേ, ഒരു കണ്ണുനീരിന്റെ മധ്യേ, ഒരു വേദനയുടെ മധ്യേ, ഒരു നിരാശയുടെ മധ്യേ ദൈവത്തിന് മുൻപാകെ മുട്ടുമടക്കി സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിക്കുവാൻ ആരെങ്കിലും തയ്യാറാകുമെങ്കിൽ അവരോട് ദൈവത്തിന് വലിയ പ്രിയമുണ്ട്. അവരോട് ദൈവത്തിന് വലിയ പ്രിയമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, ഇയ്യോബിന്റെ ജീവിതത്തിൽ അവൻ നഷ്ടമായി സംഭവിച്ചിരിക്കുന്നത്, അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. രണ്ട്, ഏറ്റവും വലിയ സമ്പത്തായ തലമുറകൾ, മക്കൾ നഷ്ടപ്പെട്ടു. മൂന്നാമതായി അവനുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ അവന്റെ നഷ്ടം. സ്തോത്രം വായിച്ചോട്ടെ. 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അങ്ങനെ സാത്താൻ പുറപ്പെട്ട് ഇയ്യോബിന്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കുകളാൽ ബാധിച്ചു. അവർ ഓട്ടിൻ കഷണമെടുത്ത് ഇനിയും നിന്റെ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ്
മരിച്ചു കളക എന്ന് പറഞ്ഞു. മൂന്നാമത്തെ അവന് നഷ്ടം. ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് അവൻ he lost his property, അവന്റെ സമ്പത്ത് നഷ്ടമായി. രണ്ടാമത്തെ he lost his children, അവന്റെ തലമുറ നഷ്ടമായി. അവന്റെ മൂന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് he lost his health, അവന്റെ ആരോഗ്യം നഷ്ടമായി. Praise the Lord. അവന്റെ ആരോഗ്യം നഷ്ടമായതിന് കാരണം സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുകയാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്നെന്ന് മനുഷ്യപുത്രന്മാരോട് കൂടെ നിന്നിട്ട് പറഞ്ഞു, തൃക്കൈ നീട്ടി അവനെ ഒന്ന് തൊട്ടാൽ അവൻ യഹോവയെ ത്യജിച്ചു പറയും എന്ന് സാത്താൻ ദൈവത്തോട് പറഞ്ഞു. ആമേൻ. അപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, നീ അവനുള്ളതൊക്കെ നീ തൊട്ടുകൊള്ളുക, അവന്റെ മേൽ കയ്യേറ്റം ചെയ്യരുത്. സ്തോത്രം. അതാണ് ഒന്നാമത്തെ ഘട്ടം. ഇവന്റെ കഷ്ടതയുടെ ഇനി പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ നോക്കുമ്പോൾ രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രാവശ്യമാണ് സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നിന്ന് അവനോട് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സാത്താൻ നീ എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയെങ്ങും ഊടാടി ഞാൻ കറങ്ങി വരികയാണ്. അപ്പോൾ ദൈവം ചോദിച്ചു, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? സ്തോത്രം. എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ദൈവത്തിന് അറിയത്തില്ല ഇവൻ ദൃഷ്ടി വെച്ചത്. ദൈവത്തിന് അറിയാം. ഇവൻ പലവട്ടം ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റിനും കറങ്ങി നടന്നത് ദൈവം കണ്ടു. ദൈവത്തിന്റെ ക്യാമറയിൽ ദൈവം കണ്ട് അതിനെ ഒപ്പിവെച്ചിരിക്കുകയാണ്. ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ക്യാമറകൾ പോലെ അവൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ കയ്യിലുമുണ്ട്. ദൈവമെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാത്താൻ ചുറ്റി കറങ്ങി നടന്നത് എങ്ങനെ തകർക്കാം, എന്ത് ചെയ്യാം, എവിടെ കുളയ്ക്കാം, എവിടെ പൊളിക്കാം, എവിടെ തകർക്കാം, ഇതിങ്ങനെ ചുറ്റി നടന്ന് അവരിൽ ഗൂഢാലോചന ചെയ്തുകൊണ്ടിരുന്നത്, ചുറ്റിയത് കറങ്ങിയതെല്ലാം ദൈവത്തിന് അറിയാം. ദൈവം ചോദിച്ചു, നീ എവിടുന്ന് വരുന്നു? അവൻ പറഞ്ഞ ഭൂമിയെ കൂടാതെ സഞ്ചരിച്ചു വരുന്നു. അന്നുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനം ഉണ്ടായിരുന്നിട്ടും ദൈവം എടുത്തു ചോദിച്ച ഒരു ചോദ്യം, അവൻ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? കാരണം ആ പേര് ദൈവം എടുത്തു ചോദിക്കുവാൻ കാരണമുണ്ട്. സാത്താന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ആരുടെ പേര് ടാർഗറ്റാ? ഇയ്യോബിനെ തകർക്കണം. അതാണ് അവന്റെ ടാർഗറ്റ്. ആ ടാർഗറ്റ് പൂർത്തിയാക്കാൻ പല വഴികൾ നോക്കി. അവിടെ ഒന്നും സംഭവിച്ചില്ല. കാരണം എന്തെന്നറിയാമോ? വചനം പറയുന്നു, ഇയ്യോബിന്റെ ചുറ്റിലും അവന്റെ കുടുംബത്തിന്റെ ചുറ്റിലും അവന്റെ ഉള്ളതൊക്കെ ചുറ്റില് ദൈവം വേലി കെട്ടി സൂക്ഷിച്ചിരുന്നു. ഇതാരാ കണ്ടത്? അയൽവാസികൾ അവന്റെ ഈ തീമതിൽ കണ്ടോ? അവനെ വേലി കെട്ടിയിരിക്കുന്ന ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. കെട്ടിയത് ദൈവവും ഇപ്പോൾ കണ്ടത് സാത്താനും. വേലി കെട്ടിയത് ദൈവവും ഇത് കണ്ണ് കാണുന്നത് സാത്താനും മാത്രമാണ്. പ്രിയമുള്ള ദൈവമൈതലേ, ഈ കഷ്ടതകളുടെ മധ്യേ, ഈ വേദനയുടെ മധ്യേ, ഈ പാൻഡമിക് സിറ്റുവേഷനില്, ഈ കൊറോണ വൈറസിന്റെ പ്രശ്നങ്ങൾ ഇത്രയും അലയടിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുന്നതിന് കാരണം ഇത്രയും സന്തോഷത്തോടെ സ്തുതിക്കുവാൻ കാരണം സമ്പത്തുള്ളത് കൊണ്ടല്ല, പണം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല, പണപ്പെട്ടിയിൽ വെക്കാൻ കഴിയാതെ അവിടെ ഇവിടെ പണം കൊണ്ട് വെച്ചിരിക്കുന്നത് കൊണ്ടല്ല, അവൻ സമ്പത്ത്, അവൻ നന്മയോ മറ്റുള്ളതൊക്കെ ഉള്ളത് കൊണ്ടല്ല. ഒന്നുമില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു സംരക്ഷണ വലയോ എനിക്ക് നിങ്ങൾക്ക് ചുറ്റിലോ ഉള്ളത് കൊണ്ട് ദൈവം ഇന്നയോട് നടത്തിയതിനാ, ഇത്രത്തോളം നമ്മെ പരിപാലിച്ചതിനാ എത്ര സ്തുതിച്ചാലും, എത്ര നന്ദി പറഞ്ഞാലും, എത്ര സ്തോത്രം ചെയ്താലും അത് മതിവരികയില്ല. ദൈവത്തിന് സ്തോത്രം പറയുന്നവർ സ്തോത്രം പറഞ്ഞാൽ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തുതി പാടിയാണ്, ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ നോക്കിയപ്പോ ഇയ്യോബിനെ തൊടാൻ പറ്റുന്നില്ല.
അവന് ചുറ്റിലും വേലി. അവന്റെ കുടുംബത്തെ തൊടാൻ പറ്റുന്നില്ല, ആ കുടുംബത്തിന് ചുറ്റിലും വേലിയ. മൂന്നാമതായി അവരുടെ സമ്പത്തിന് ചുറ്റിലും വേലിയ. അവന് കയറാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ ദൈവം ഇത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, സാത്താനെ, ഇയ്യോബും അവനും അവനുള്ളതൊക്കെ ഇതാ നിന്റെ കയ്യിലിരിക്കുന്നു, നീ പോയി അവനുള്ളതൊക്കെ തൊട്ടുകൊള്ളുക, അവനുള്ളതൊക്കെ തൊട്ടുകളയുക. തൊട്ടുകൊള്ളു. 11 12 1-ാം അധ്യായത്തിന്റെ 11 12 വാക്യം വായിച്ചോടെ. ആ 10-ാമത്തെ വാക്യം കൂടെ ഞാൻ പറഞ്ഞ വാക്കുകൾ അതിൽ നിന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. 10-ാം വാക്യം, സാത്താൻ യഹോവയോട്, വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റിലും വേലി കെട്ടിയിട്ടില്ലയോ? നോക്കുക, വെറുതെയാണോ ഇവൻ ഇങ്ങനെ ദൈവഭക്തനായിരിക്കുന്നത്? സ്തോത്രം, സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇയ്യോബ് നിഷ്കളങ്കൻ. 2-ാം വാക്യം, ഇയ്യോബ് നിഷ്കളങ്കൻ, നേരുള്ളവനും ദൈവഭക്തനും സകലവിധ ദോഷങ്ങൾ വിട്ടകലുന്നവനുമായിരുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം അവനെ കുറിച്ച് ഇത്രയും ഒരു നല്ല സാക്ഷ്യം പറയുവാൻ കാരണം, അവന് ചുറ്റിനും അവനുള്ള വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റിനും ദൈവം വേലി കെട്ടി. ദൈവത്തിന്റെ കൺട്രോളിൽ, ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ ദൈവം വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സിലാക്കുക, അവൻ ചെറിയ വീടോ വലിയ വീടോ ഒരാടോ 1000 ആടോ അല്ല എത്ര മൃഗമോ എത്ര സമ്പത്തോ ഉണ്ടെങ്കിലും ഈ സമ്പത്തിൽ പ്രശംസിക്കാതെ, ഈ പണത്തിൽ പ്രശംസിക്കാതെ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിന്റെ കൈക്കുള്ളിൽ അടങ്ങിയിരിക്കുക, ദൈവത്തിന്റെ കൈക്കീഴിൽ താണിരിക്കുക, ദൈവത്തിന്റെ കൺട്രോൾ, ദൈവത്തിന്റെ വേദിക്കകത്തിരിക്കുമ്പോൾ ഒരു വ്യക്തി തയ്യാറായാൽ ദൈവ വചനത്തിന് പ്രകാരം അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. അങ്ങനെ താണിരിപ്പാൻ തയ്യാറായ, ദൈവത്തിന്റെ കൺട്രോളിൽ ഇരിക്കുവാൻ ഒരു വ്യക്തി തയ്യാറായ, ഒരു കുടുംബം തയ്യാറായ, അവന്റെ ജീവിതത്തെ പരിപാലിക്കുന്നത് മനുഷ്യരല്ല, ഈ ലോകത്തിൽ ഒരു അധികാരിയല്ല. അവനെ സംരക്ഷിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. Praise the Lord. Praise the Lord. നോക്കിക്കേ, സ്വർഗത്തിലെ ദൈവനെ സൂക്ഷിക്കുന്നു. ദൈവത്തിന്റെ കൺട്രോൾ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സംരക്ഷണം ഇയ്യോബിനും അവന്റെ വീട്ടിനും അവന്റെ കുടുംബത്തിനും അവരുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് സാത്താനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി ദൈവമക്കളോട് വിളിച്ചു പറയുവാൻ പോകുന്ന ഏറ്റവും പ്രധാനമായൊരു ദൂതുണ്ട്. ദൈവം അവന്റെ ചുറ്റിനും അവന്റെ വീട്ടിന് ചുറ്റിനും 3 അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയത് ഞായറാഴ്ചകളെന്നോ വല്ലപ്പോഴുമോ സമയം കിട്ടുമ്പോ വേദപുസ്തകം എടുത്തുകൊണ്ട് ആരാധനയ്ക്ക് പോയതുകൊണ്ട്, പള്ളിയിൽ പോയതുകൊണ്ട്, ക്രിസ്ത്യാനിയായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കർത്തൃമേശ എടുത്തത് കൊണ്ട് മാത്രം ദൈവം വേലി കെട്ടത്തില്ല. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഞാനിപ്പോ പണ്ട് അങ്ങനെയായിരുന്നു എന്റെ പേര്, പക്ഷെ ഇപ്പൊ എന്റെ പേര് ഇങ്ങനെയാണ്. അന്ന് ഞാൻ ആ സഭയിലായിരുന്നു, ഇപ്പൊ ഞാൻ ഈ സഭയിലാണ്. അന്ന് ഞാൻ ആ മതക്കാരനായിരുന്നു, ഇന്ന് ഞാൻ ഈ മതക്കാരനാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ദൈവം എല്ലാം എന്റെ പോക്കറ്റിലിരിക്കും. ദൈവം പറയുന്നത് പോലെ, ഞാൻ പറയുന്ന പോലെയൊക്കെ ദൈവം കേൾക്കും. നോ, ഒരിക്കലും അങ്ങനെ പറയുവാൻ വേദപുസ്തകത്തിൽ നിന്ന് വചനമില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം പറയുന്നത് അനുസരിച്ച് കീഴ്പ്പെട്ട് അടങ്ങി ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, പണ്ട് ശിംശോൻ പറഞ്ഞതുപോലെ, ശിംശോൻ സംഭവിച്ചതുപോലെ 7 ജഡയും ഉണ്ടായിരുന്നപ്പോൾ അവനെ ബന്ധിച്ചു. വടം കൊണ്ട് വലിയ വടം കൊണ്ട് അവനെ കെട്ടി. പക്ഷെ അവന് ജഡ ഉണ്ടായിരുന്നു, അഭിഷേകം ഉണ്ടായിരുന്നപ്പോൾ ദൈവശക്തി
അവരുണ്ടായിരുന്നപ്പോൾ ചാടി എഴുന്നേറ്റു. ഒരു നൂല് പൊട്ടിച്ച് കളയുന്നത് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. സ്തോത്രം. ഒരിക്കലും കോട്ടവാതിലുകളെ ബന്ധിച്ചിട്ടപ്പോൾ കോട്ടവാതിൽ പിഴുതുകൊണ്ടവൻ പോയി. ആമേൻ. അത്രയും ശക്തനായ ഒരു മനുഷ്യനാണ് ശിംശോൻ. അവന് ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞിരുന്നു. നാളുകൾ കഴിഞ്ഞു. ദലീലയുടെ മടിയിൽ കൊണ്ടുപോയി തലവെച്ചു. ദലീല അവന്റെ ജഡ മുഴുവനും വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളഞ്ഞപ്പോൾ അവനുണ്ടായിരുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു. അഭിഷേകം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ ശത്രുക്കൾ വരുന്നു. ഫെലിസ്ത്യർ വന്നു. അവനെ പിടിക്കുവാൻ വേണ്ടി വന്നപ്പോൾ ദലീല വിളിച്ചു തട്ടി വിളിച്ചു പറഞ്ഞു, അവൻ ശിംശോനെ, ശിംശോനെ, ഇതാ വന്നിരിക്കുന്നു, ഫെലിസ്ത്യർ വന്നിരിക്കുന്നു. അവൻ ചാടി എഴുന്നേറ്റു. ശിംശോൻ ചാടി എഴുന്നേറ്റു. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണമെന്ന് അവൻ നട്ട അവന്റെ അഭിഷേകം, അധികാരവും ശക്തിയും നഷ്ടപ്പെട്ടു. അവൻ ശേഷം മനുഷ്യരെ പോലെയായി. അവനെ ഫെലിസ്ത്യർ അവനെ പിടിച്ചു. അവന്റെ കൈകാലുകളെ ബന്ധിച്ചു. കൊണ്ടുപോയി കണ്ണു കുത്തിപ്പൊട്ടിച്ചു. മാവരയ്ക്കുവാനും ഹീനമായ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി കൊച്ചു കുട്ടികളെ കളിപ്പിക്കുന്ന ഒരു പാവയായി, ഒരു ടോയെ പോലെ അവനായി തീരുവാനിടയായി. പകൽക്കാലം അങ്ങനെയായി തീർന്നത് കൊണ്ട് ശിംശോൻ പറയും, ഞാൻ ആരെന്നറിയാമോ? ഞാൻ ഇത്ര വർഷങ്ങൾ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഇത്ര വർഷം ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, ഇത്ര വർഷം ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ പള്ളിക്ക് വേണ്ടി ചെയ്തു, ഞാൻ അതിന് ദൈവത്തിന് വേണ്ടി ചെയ്തു, ദൈവ മക്കൾക്ക് വേണ്ടി ചെയ്തു, അത് ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ ശിംശോന് പറയുവാനുണ്ട്. പക്ഷെ ശിംശോനെ, ഇപ്പോൾ നിനക്ക് അഭിഷേകമുണ്ടോ? ശിംശോനെ, നിനക്ക് ദൈവശക്തി ഉണ്ടോ? ദൈവശക്തി നഷ്ടപ്പെടുന്നത് അറിയുന്നുണ്ടോ? ഈ അഭിഷേകമില്ലാതെ എത്ര കുടഞ്ഞാലും നടക്കത്തില്ല, നടക്കുകയില്ല, നടക്കുകയില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല. സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ സാധ്യമല്ല. പിശാചിന്റെ ശക്തിയോട് വെല്ലുവിളിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. കൈവിടുക്കും കഴിവും ഒക്കെ ഉണ്ടായിരുന്നാലും ആത്മാവിന്റെ പ്രവൃത്തി കാണുകയില്ല. ആത്മാവിന്റെ ശക്തിയില്ലെങ്കിൽ ആത്മീയ യുദ്ധം ചെയ്യുവാൻ പറ്റത്തില്ല. യുദ്ധം ചെയ്യുവാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. യുദ്ധം ചെയ്യുവാൻ അഭിഷേകത്തിന്റെ ആവശ്യമില്ല. യുദ്ധം ചെയ്യുവാൻ നമുക്ക് മറ്റൊന്നും ആത്മീയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. പക്ഷേ ആത്മീയ യുദ്ധം ചെയ്യുവാൻ, സ്പിരിച്വൽ വാറിന് വേണ്ടി ആത്മീയ യുദ്ധം ചെയ്യുവാൻ ആത്മാവിന്റെ അഭിഷേകം വേണം, ആത്മാവിന്റെ ശക്തി വേണം. ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ യുദ്ധം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നിന്നെ തകർത്തെറിയുവാൻ, കുടുംബത്തെ തകർത്തെറിയുവാൻ, നന്മയെ തകർത്തെറിയുവാൻ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്തെറിയുവാൻ, ആത്മീയ ജീവിതത്തെ തകർത്തെറിയുവാൻ കടന്നു വരുന്ന ശത്രു ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ ആത്മാവിനാൽ വിവേചന വരം വേണം. പരിശുദ്ധാത്മാവിനാൽ വിവേചിക്കുവാനുള്ള വരം വേണം. ഇവൻ ഗണീകനാണോ? ഇവൻ ആത്മീകനാണോ? ഇവൻ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടോ? ഇവൻ ആത്മാവിന്റെ അഭിഷേകം ഇല്ലയോ? തിരിച്ചറിയുവാൻ ആത്മീക വിവേചന വരം വേണം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ആത്മാവിന്റെ അഭിഷേകവും ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ശത്രുക്കളോട് എതിർത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? സ്തോത്രം. ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ ദൈവം പറയുന്നതൊക്കെ അനുസരിക്കണം. ആരെന്തും പറയട്ടെ, നിന്നെ ആരെന്തും ആക്ഷേപിക്കട്ടെ, ലോകം ആക്ഷേപിച്ചാലും, ലോകക്കാർ ആക്ഷേപിച്ചാലും, കുടുംബക്കാർ കുറ്റപ്പെടുത്തിയാലും, കൂട്ടുകാർ തള്ളിക്കളഞ്ഞാലും, നാട്ടുകാർ വെറുത്തു കളഞ്ഞാലും, അവൻ സകലവരെ ഉപേക്ഷിച്ചാലും, നീ ഒറ്റപ്പെട്ടു പോയാലും, ആ ഒറ്റയ്ക്കായിരിക്കുന്ന ഏകാന്തവാസിയായ യോഹന്നാനെ പോലെ അവിടെയും വിശ്വസ്തയോടെ ദൈവത്തിലേക്ക് മാത്രം കണ്ണുകളെ ഉയർത്തുമെങ്കിൽ ദൈവം അവിടെയും ഇറങ്ങി വന്ന് അവൻ സഹായിക്കുമെന്നതിന് സംശയമില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലേ. താങ്ക് യു ലോർഡ്. യോബിനും അവരുടെ വീട്ടിലും അവരുടെതൊക്കെ ചുറ്റി ദൈവം പേര് കെട്ടി സൂക്ഷിച്ചു. അതിനൊരു കാരണം, he was a
man of prayer. അവർ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. He was a man of prayer. അവൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. മാത്രമല്ല, he was a man of worship. അവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. Praise the Lord. അവൻ ആഴ്ചവട്ടം തികയുമ്പോൾ എന്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ, ദൈവം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുവോ, എന്താ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സാക്രിഫൈസ്, സ്പെഷ്യൽ ഓഫറിംഗ്, അതിനുവേണ്ടി പ്രത്യേക യാഗമർപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു, ദൈവത്തെ എപ്പോഴും പ്രസാദിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മനസ്സിലാക്കുക, എല്ലാം ഉള്ളപ്പോഴും ദൈവത്തെ ആരാധിച്ചു. എല്ലാം ഉള്ളപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവൻ, എല്ലാം ഉള്ളപ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തവൻ, എല്ലാം ഉണ്ടായിരുന്നപ്പോഴും ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവൻ, ദൈവത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തിന് ഏതിന് ദൈവം 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 ദൈവം, ഇതല്ലാതെ മറ്റൊന്നും അവനിൽ ഇല്ല. ഇന്നാണെങ്കിലും അല്പസ്വല്പം എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നത് വരെ ദൈവം, ജോലിയിലെയോ ജോലി കിട്ടുന്നത് വരെ ദൈവം, ലോൺ കിട്ടിയില്ലയോ ലോൺ കിട്ടുന്നത് വരെ ദൈവം, ഒരു കാര്യം സാധിച്ചില്ലയോ കാര്യം സാധിക്കുന്നവരെ ദൈവം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി അനുഭവം ഉണ്ടായി. രോഗശൈലിയിൽ കിടക്കുന്നുകൊണ്ട് പലരും പല ആശുപത്രികളിൽ നിന്ന് ഓരോരുത്തരും വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഡിസ്ചാർജ് ആയി പോയാൽ പോലും പറയത്തില്ല. സ്തോത്രം. ഒരു ചെറിയൊരു കാര്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച് എത്രയോ നോൺ ക്രിസ്ത്യൻസ് പറഞ്ഞു വരുന്നത്, അവർക്ക് അവരുടെ വിടുതൽ വേണം, സൗഖ്യം വേണം, പോയിക്കൊണ്ടേയിരിക്കണം. അടുത്ത ഒരു കാര്യം ദൈവത്തെ വിളിക്കണം. എത്രയോ നൂറുകണക്കിന് പതിനായിരക്കണക്കിന് കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടാകും ദൈവത്തിന്റെ ദാസന്മാർക്ക്. സ്തോത്രം. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാൻ നിലവിളിക്കുന്ന അപേക്ഷിക്കുന്ന കൂട്ടരുമുണ്ട്. നോക്കിക്കേ, അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയല്ല ഇയ്യോബ് പ്രാർത്ഥിച്ചത്. എല്ലാം ഉള്ളപ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം. നേരെ തിരിച്ചു വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, അപ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം. ഫസ്റ്റ് പ്രയോറിറ്റി, the first priority for God. ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം. തമിഴൊരു പാട്ടുണ്ട്, എല്ലാം യേശുവേ എനക്കെല്ലാം യേശുവേ. പ്രൈസ് ദി ലോർഡ്. എല്ലാം യേശുവേ. എല്ലാത്തിനും, നന്മയ്ക്കും തിന്മയ്ക്കും, സുഖത്തിനും ദുഃഖത്തിനും, രോഗത്തിനും അനാരോഗ്യത്തിനും ആരോഗ്യത്തിനും, ഏത് സമയത്തും എല്ലാം യേശു. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ യോബായിരുന്നു. നാളുകൾ കഴിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ വേദനകളായി. അപ്പോഴും അവന്റെ കണ്ട സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് കരയുവാൻ തുടങ്ങി. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവന് ശരീരത്തിൽ ഉള്ള കാല് മുതൽ ഉച്ച തലവരെ പരിക്കളാൽ ബാധിക്കപ്പെട്ടു. രണ്ടാമത്തെ ഘട്ടം സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നപ്പോൾ ദൈവത്തോടൊപ്പം അവൻ ഇതേ കാര്യം പറയുന്നു. ദൈവം തൃക്കൈ നീട്ടി അവനെ ഒന്ന് തൊട്ടാൽ അവൻ ദൈവത്തെ ത്യജിച്ച് പറയും. ആ വാക്ക് എടുത്ത് മനസ്സിലാക്കിക്കൊള്ളുക. 2 പ്രാവശ്യവും സാത്താൻ പറഞ്ഞ വാക്കാണ്. ദൈവമേ തൃക്കൈ നീട്ടി അവനെ തൊട്ടാൽ അവൻ എന്ത് ചെയ്യും? ദൈവത്തെ ത്യജിച്ചു പറയും. ദൈവത്തെ ത്യജിച്ചു പറയും. പക്ഷെ 1-ാം ഘട്ടത്തിൽ അവൻ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞില്ല. അതാണ് അതിന്റെ 1-ാം അധ്യായം 22-ാമത്തെ വാക്യം, chapter 1 verse 22. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇത്രയും നഷ്ടം വന്നു. ആട്, മാട്, കന്നുകാലികൾ, അവന്റെ 10 മക്കൾ നഷ്ടപ്പെട്ടിട്ട്
ദൈവത്തിന് മുൻപാകെ ഒരു കുറ്റം ആരോപിച്ച് അവരൊരു പാപം ചെയ്തില്ല. രണ്ടാമത്തെ ഘട്ടമാണ്. രണ്ടാമത്തെ നിങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നിന്നു. പിന്നെ സാത്താനോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു, എന്റെ ദാസനായ ദൈവത്തിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? രണ്ടാമതും ദൈവം ചോദിച്ചു. അവൻ പറഞ്ഞു, നീ അവനുള്ളതൊക്കെ ചുറ്റിലും നീ വേലി കെട്ടിയിട്ടില്ലയോ? വെറുതെയാണോ അവൻ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്? മൂന്നാമത്തെ വാക്യം, രണ്ടാമത്തെയായും മൂന്നാം വാക്യം വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, അത് വായിക്കാമല്ലോ. സാത്താനോട് വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളിച്ചത്. അടുത്ത് സാത്താൻ യഹോവയോട്, തൊക്കിന് പകരം തൊക്ക്. അടുത്ത് ദൈവത്തോട് പറയുകയാണ്, ഇനിയും ദൈവമേ അങ്ങയുടെ കൈ നീട്ടി അവനെ ഒന്ന് തൊട്ടുകൊള്ളുക. തൊക്കിന് പകരം തൊക്ക്, ജീവന് പകരം ജീവൻ. അങ്ങനെയെങ്കിൽ അതാണല്ലോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ കൈ നീട്ടി അവനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ദൈവത്തെ ത്യജിച്ച് പറയും എന്ന് സാത്താൻ ദൈവത്തോട് പറഞ്ഞു. അതിന്റെ 6-ാം വാക്യം, യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് പറഞ്ഞു. അടുത്ത്, അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ പരിക്കളാൽ ബാധിച്ചു. ആരാ ബാധിച്ചത്? സാത്താൻ ബാധിച്ചു. ആരാ ബാധിച്ചത്? സാത്താൻ ബാധിച്ചു. ഇതിനെയാണ്, ഇത് പുതിയ ദൈവത്തിലേക്ക് വരുമ്പോഴേക്കും യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ എല്ലാവർക്കും ഒരേ മെത്തേഡ് യേശു ഉപയോഗിച്ചില്ല. യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഊമയും ചെകുടുമായ വ്യക്തിയെ ദൈവം സൗഖ്യമാക്കുവാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഓമയും ചെകുടുമായ ആത്മാവേ ഇവനെ വിട്ടു പോ എന്ന് യേശു കൽപ്പിച്ചപ്പോൾ മാറി. അപ്പോൾ ഇതിന്റെ പിന്നിൽ കാരണമാരായിരുന്നു? അവൻ വായ് തുറക്കാൻ, സംസാരിക്കാതെ കേൾക്കുവാൻ കഴിയാതിരുന്നത് കാരണമായിരുന്നു പിശാച്. ആ ഒരു ബാധ ബാധിച്ചിരുന്നു. 12 വർഷങ്ങൾ കൊണ്ട് രക്തസ്രവം ബാധിക്കപ്പെട്ട സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു. അവളോട് പറഞ്ഞൊരു വാക്കാണ്, നിന്റെ ബാധ മാറി, സ്വസ്ഥയായിരിക്കുക. ആമേൻ. ഇത്ര വർഷം 12 വർഷങ്ങൾ കൊണ്ട് ഈ രോഗം സ്ത്രീകൾ പുറത്തു പറയുവാൻ മടിക്കുന്ന ഈ രോഗത്താൽ ബാധിക്കപ്പെട്ട് ഉള്ളതെല്ലാം വിറ്റ് അവർ എല്ലാ വൈദ്യന്മാരാണ് ഏറിയത് സഹിച്ച് ഇത്രത്തോളം കഷ്ടമനുഭവിച്ചിട്ടും അസുഖത്തിന് അല്പം പോലും ഭേദം വരാതിരുന്ന ആ സ്ത്രീക്ക് കാരണം, ഈ രോഗത്തിന്റെ പിന്നിൽ കാരണം അത് ബാധിക്കപ്പെട്ട ബാധയായ പിശാചിന്റെ ശക്തിയായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യേശുവിന്റെ ശക്തി അവളിലേക്ക് വ്യാപരിച്ചപ്പോൾ അവളിൽ ഉണ്ടായിരുന്ന ബാധ അവളെ വിട്ട് മാറി, അവൾ സ്വസ്ഥത പ്രാപിച്ചു. Thank you Lord. ഇന്ന് മകൾക്കാർ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആലയത്തിനകത്തും പുറത്തോ ഈ ദൂരദേശങ്ങളിൽ നിന്നുകൊണ്ട് ഓൺലൈനിൽ കൂടെയോ വചനം ശ്രമിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ ശക്തികൾ, ഓ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗത്തിന്റെ ശക്തിയെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളത് യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ മാത്രമാണ്. യേശു ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിലേക്ക് ആവസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പരിപൂർണ വിടുതൽ ഈ പകൽക്കാലം പ്രാപിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ബാധയൊഴിഞ്ഞ് സ്വസ്ഥത പ്രാപിക്കും.
രോഗത്തിന്റെ ആത്മാവേ, you the spirit of disease, I command you in the name of Jesus, you come out. യേശുവിന്റെ നാമത്തിൽ പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളെ വിട്ട് പുറത്ത് പോ. സൗഖ്യമാകട്ടെ. Be healed in the name of the Lord Jesus Christ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗമല്ല കേട്ടോ. ശ്രദ്ധിച്ചാട്ടെ, എല്ലാ രോഗങ്ങളും രോഗമല്ല. എല്ലാം രോഗമെന്ന് ചിന്തിക്കരുത്. രോഗമെന്ന് കാണുന്നത് അതിന്റെ പിന്നിൽ നോക്കി ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം, the word of God clearly says about that. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, എല്ലാ രോഗവും രോഗമല്ല. സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ വിട്ട്, ദൈവത്തിന്റെ സന്നിധി വിട്ട് നേരെ വന്ന് ഇയ്യോബിനെ ബാധിച്ചു. ഇയ്യോബിനെ ബാധിച്ചു. ആ ബാധിച്ചത്, അവനെ ബന്ധിച്ചത്, അവനെ പുറത്ത് കാണിച്ചത് എന്തോ സംഭവം? ഏത് രോഗമാ? പരുക്കൾ. അവന്റെ ഉള്ളക്കാല് മുതൽ ഉച്ചത്തല വരെ പരുക്കൾ. നമ്മളാണെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മുടെ പണം മുഴുവൻ നഷ്ടമാണ്. വസ്തുക്കളെ കലകളെ എല്ലാം വിറ്റ് ആശുപത്രിയോട് കൊടുക്കും. രോഗം മാറുമോ? മാറുകയില്ല. പക്ഷെ ഇത് മാറണമെങ്കിൽ ഈ ബാധ മാറുമ്പോ രോഗം മാറും. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. ബാധ മാറുമ്പോ രോഗം മാറും. എല്ലാ രോഗവും രോഗമല്ല. എല്ലാ രോഗമെന്ന് ചിന്തിക്കരുത്. എല്ലാ രോഗമെന്ന് ചിന്തിക്കരുത്. ഇതിന്റെ പിന്നിൽ രോഗിയാക്കി കിടക്കയിൽ എഴുന്നേൽക്കാതിരിക്കുവാൻ, കിടക്കയോട് ബന്ധിച്ചു കളയുവാൻ പ്രവർത്തിക്കുന്ന the spirit of disease യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ശരീരമുണ്ട്, അത് മാറിപ്പോകട്ടെ. ആരാധിച്ച് വിടുതലെടുത്താണ്, ആത്മനിറവിൽ ആരാധിച്ച് വിടുതലെടുത്താണ്. ചില രോഗങ്ങൾ ഇപ്പോൾ അപ്രത്യക്ഷമാകും. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകും. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്. ശരീരത്തിനകത്തോ പുറത്തോ ഇതിനെ ബന്ധിച്ചിരിക്കുന്ന രോഗബന്ധനം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ രോഗശക്തി അവരെ വിട്ട് മാറിയതുപോലെ. അപ്പാ, അനേകരെ തൊടണമേ. ഈ ആലയത്തിനകത്തിരിക്കുന്നവരെ തൊടണമേ. ഈ ഓൺലൈൻ ദൂരെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ദൈവജനത്തെ തൊടണമേ. എപ്പോഴൊക്കെ ഈ വചനം ശ്രമിക്കുന്നുവോ, ആരൊക്കെ എവിടെ വചനം ശ്രമിക്കുന്നുവോ അവർക്ക് അപ്പോൾ തന്നെ ഒരു സൗഖ്യം, ഇൻസ്റ്റന്റ് ഹീലിംഗ് അപ്പോൾ സംഭവിക്കട്ടെ. Shataramana karama, horamana satori antuna, atuna hastagal paravarava shivarava. Thank you, Jesus. Hallelujah. നോക്കുക, അവന്റെ ശരീരത്തിൽ രോഗത്താൽ ബാധിക്കപ്പെട്ടു. അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. പരിക്കൾ ബാധിക്കപ്പെട്ടു. അവിടെ തന്നെ വചനം നമ്മൾ വായിച്ചുവല്ലോ, ഒരു ഓട്ടൻ കഷണമെടുത്ത് ശരീരത്തെ ചുരണ്ടിക്കൊണ്ടിരുന്നു. അത്രത്തോളം സഹിക്കാൻ കഴിയാത്ത വേദന. പിന്നെ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുന്നത് പുഴുക്കൾ അവരുടെ ശരീരത്തിൽ വന്നു, കൃമികൾ വന്നു. പുഴുക്കളെല്ലാം തിന്ന് തൃപ്തരായി പുറത്തു പോകുമ്പോൾ പിന്നെയും എടുത്തു വെച്ച് പുഴുക്കളെ ഇനി തിന്നുകൊള്ളാൻ വേണ്ടി അവരെടുത്തു വെക്കുന്ന ഒരു സ്വഭാവ രീതിയിലേക്ക്, ജീവിത അനുഭവത്തിലേക്ക്, അത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. അവിടെയെല്ലാം വിശ്വസ്തയോടെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ അവനെ ഒത്തിരി പേര് കുറ്റം പറഞ്ഞു കേട്ടോ. അവന്റെ കൂടെ നടന്നവരൊക്കെ എന്തോ പറഞ്ഞു? കുറ്റം പറഞ്ഞു. ഇവന് വന്നതിന്റെ കാരണം എന്നറിയാമോ? ഇവനിപ്പോ ഈ രോഗം വന്നതിന്റെ കാരണം എന്നറിയാമോ? അവന്റെ അഹങ്കാരം.
ഇവന് ഈ പ്രശ്നം വന്നതിന് കാരണം എന്തെന്നറിയാമോ? ഇതിനേക്കാളും മരണം എന്ന് സ്വന്തം കൂടപ്പിറപ്പുകൾ, കൂടെ നിറഞ്ഞവർ, കൂട്ടുകാർ കുറ്റപ്പെടുത്തി. അവന്റെ 3 കൂട്ടുകാർ വന്നിരുന്ന നിരന്തരം, നിങ്ങൾ ഈ യോബിന്റെ പുസ്തകം വായിക്കണം. അവൻ യെരിഹോ അതുപോലെ തുടങ്ങിയ പ്രിയപ്പെട്ടവർ വന്നിരുന്ന് അവരെ കുറ്റം പറഞ്ഞ് അവന്റെ ശരീരത്തിലുള്ള വേദനയേക്കാൾ ഈ ശരീരം കൂടെ ചീഞ്ഞഴുകി പോകുന്നതിനേക്കാൾ വേദന, മുറിവുകളിൽ കത്തി കൊണ്ട് കീറി മുറിക്കുന്നത് പോലെ ഹൃദയത്തെ വേദനിപ്പിച്ച വേദനയായിരുന്നു അതിവേദന. സ്തോത്രം. പലർക്കും വലുതാണ്. പലരുടെ സ്വഭാവം മാറ്റത്തിന് ഒരിക്കലും മാറത്തില്ല. ചിലരുടെ സ്വഭാവം ഒരിക്കലും മാറുകയില്ല. ഒരാൾ കഷ്ടപ്പെടുമ്പോ, ഒരാൾ വേദനപ്പെടുമ്പോ ഇങ്ങനെയല്ല, ഇതിനേക്കാൾ അവന്റെ അഹങ്കാരത്തിന് മരണം, അവൾ അഹങ്കാരത്തിന് ഇതിനേക്കാളും മരണമെന്ന് പറയുന്ന ഒരു ലോകത്തിൽ ഞാൻ നിങ്ങൾ ഇരിക്കുകയാണ്. പക്ഷെ പഴുത്ത പ്ലാവല വീഴുമ്പോഴേക്കും പച്ചപ്ലാവല നോക്കിയിരുന്ന് ചിരിക്കുമ്പോൾ അടുത്ത് ഇവനും പഴുക്കുന്നുള്ളത് ഒരിക്കലും അറിയത്തില്ല. ഈ ഇല ഉരുക്കുകൊണ്ടുള്ളതല്ല, ഇത് കേവലം ഇത് പച്ചയാണ് എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, എല്ലാ രോഗവും രോഗമല്ല എന്ന കാര്യം എടുത്തു പറയട്ടെ. മൂന്നാമതായി യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടം, അവന്റെ he lost his health, അവന്റെ ആരോഗ്യം നഷ്ടമായി. ഒന്നാമതായി he lost his property, രണ്ടാമതായി he lost his children, മൂന്നാമതായി he lost his health. ഒന്നാമത് അവന്റെ സമ്പത്ത് നഷ്ടമായി, രണ്ടാമതായി അവന്റെ തലമുറ മക്കൾ നഷ്ടമായി, മൂന്നാമതായി അവന്റെ ആരോഗ്യം നഷ്ടമായി. ഇനിയും അവന്റെ ഫ്രണ്ട്സ് നഷ്ടമായി. എല്ലാം ഇതൊക്കെ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, സമയം കടന്നു പോയിരിക്കുന്നു. അവരെല്ലാവരും വെറുത്തു, എല്ലാവരും അവരെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. 19-ാം അധ്യായം, യോബിന്റെ പുസ്തകം 19-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയും. അവന്റെ എല്ലാ ബന്ധങ്ങളും, എല്ലാ ആൾക്കാരും, അവസാനം സ്വന്തം ഭാര്യ വരെ പറഞ്ഞു. ആ വാക്കെടുത്ത് പറയണമെന്നുണ്ട്. സ്തോത്രം. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ തന്നെ ഈ അവന്റെ ശരീരത്തിൽ ഉള്ള കാലം മുതൽ ഉച്ച തല വരെ പരിക്കളാൽ ബാധിക്കപ്പെടും, വ്യാധിയാൽ നിറയപ്പെട്ടവനിരിക്കുമ്പോ അവന്റെ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്. 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴേക്കും സ്തോത്രം, അതിൽ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 9-10 വാക്യങ്ങൾ, 9-10 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. നോക്കിക്കേ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സമ്പത്ത് നഷ്ടം, ആരോഗ്യം നഷ്ടം, അവന്റെ മക്കൾ നഷ്ടപ്പെട്ടു, ഇപ്പോൾ ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു. രോഗിയായിരിക്കുമ്പോ സ്വന്തം ഭാര്യ പറഞ്ഞ വാക്കാണ്, കഷ്ടത്തിലും നഷ്ടത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഒരുമിച്ച് ജീവിക്കാൻ സഹിക്കാമെന്ന് പറഞ്ഞ് ആ പുള്ളിയിൽ കൈ പിടിച്ചു വെക്കുമ്പോൾ മേളിൽ കൈ പിടിച്ചിരിക്കുന്നത്, ഇപ്പൊ ഉള്ളകൈക്കകത്ത് കൈ ഒതുക്കി കൊടുത്തിരിക്കുന്നത് ആരാ? ആ പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യ. അവൾ പറയുന്ന വാക്കുതാണ് അവസാനം. രോഗം വന്നപ്പോ, കഷ്ടത വന്നപ്പോ, പ്രശ്നം വന്നപ്പോ പറയുന്നു, എടാവേ, ഈ ഉള്ളകാല് മുതൽ ഉച്ച തലവരെ അഴുകി പുഴുക്കൾക്ക് നേരെ ആഹാരമായിരിക്കുന്ന നീ എനിക്കിന് ഭർത്താവായിരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ടാമതായി, നീ ദൈവത്തിന്റെ ഭക്തനായിരുന്നതിന് ഒരു കാര്യവും ഇല്ല. നിനക്ക് ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ, ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നുവെങ്കിൽ, നീ ബൈബിൾ എടുത്ത് 24 മണിക്കൂറും ബൈബിൾ എടുത്ത് നടന്നില്ലേ?
അതൊക്കെ വെറുതെയാണ്, അതൊക്കെ വെറുതെയാണ്, അതൊക്കെ വെറുതെയാണ്. ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെയായി. നീ വിടുവിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വെറുതെയായി. കാരണം നീ ഇപ്പോൾ ഇത്ര ചീഞ്ഞഴുകിയ ഒരു മാംസമില്ലമായിരിക്കുന്നു. ഇനി നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല. ഒന്ന്, നിന്റെ ദൈവത്തെ ത്യജിച്ച് കളയുക. ഈ വാക്ക് ആരുടെ വാക്കാ? ഇതാരാ കുറെ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്? സാത്താൻ ദൈവത്തിന്റെ മുമ്പിൽ ഇത് പറഞ്ഞപ്പോ പറഞ്ഞു, ദൈവമേ നിന്റെ കൈ നീട്ടി ഇയ്യോബിനെ ഒന്ന് തൊട്ടാൽ അവൻ നിന്നെ ത്യജിച്ച് പറയും, അവൻ നിന്നെ ത്യജിച്ച് കളയും. അവിടെ ഒന്നും പരിപാടി നടന്നില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. എന്നിട്ടും അതുവരെ ദൈവത്തെ ത്യജിച്ച് പറയാതെ യാക്കോബ് പറഞ്ഞതുപോലെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ പിശാച് സാത്താൻ ആരെ ബാധിച്ചു? സ്വന്തം ഭാര്യയെ ബാധിച്ചു. ആരെ ബാധിച്ചു? സ്വന്തം ഭാര്യയെ ബാധിച്ചിട്ട് പറയുന്നു, അവളിലൂടെ ഇപ്പോൾ സാത്താൻ വായി തുറക്കുകയാണ്. എടവേ, നീ ഇനി വലിയ ജീവിച്ചിരുന്ന കാര്യമൊന്നും ഇല്ല, പൊയ്ക്കോ. ഒന്ന്, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് ഈ ഭക്തിയും പിടിച്ചുകൊണ്ടിരിക്കാതെ, ഈ സ്വോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാതെ, ബൈബിളൊക്കെ വലിച്ചെറി, നീ വേദപുസ്തകം നിർവചിച്ച് ഇനി പ്രാർത്ഥിക്കുകയും ചെയ്യരുത്, ആരാധനയ്ക്ക് പോകരുത്, പള്ളിയിൽ പോകരുത്, ആത്മീയ കൂട്ടായ്മയും പോകരുത്. ആ പെന്തക്കോസ് കൂട്ടമേ വേണ്ട. ആരാ പറഞ്ഞത്? ഭാര്യ പറയുക, നീ ഭക്തിയെ പിടിച്ചോണ്ടിരുന്നിട്ട് വല്ല പുണ്യമുണ്ടോ? ഇനിമേൽ നീ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല, നീ പോയി ചത്തുകള. ഒന്ന്, നിന്റെ ഭക്തിയും ദൈവത്തെയും ത്യജിച്ച് അതൊക്കെ ഉപേക്ഷിക്ക്, അതൊക്കെ മറക്ക്. ഇനി നിന്റെ പ്രാർത്ഥനയും വേണ്ട, ആരാധിക്കരുത്, പാട്ടുപാടരുത്, പള്ളിയിൽ പോകരുത്, ആത്മീയ കൂട്ടായ്മകളിൽ കാലുവെക്കരുത്, നീ പോകുകയേ ചെയ്യരുത്. എല്ലാം മറന്നേക്ക്, നീ പോയി ചത്ത് കളക. ഇനിമേൽ ജീവിക്കരുത്. അതിനെ മറുവശത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഒരാത്മീയ മരണം നടത്തുവാൻ ആത്മീയ കൊലപാതകം നടക്കുകയാണ്. ഒരു സൂസൈഡ് അല്ല, സ്വന്തമായി ആത്മഹത്യ ചെയ്യുകയല്ല. ഇറ്റ്സ് എ സ്പിരിച്വൽ മർഡർ, ഒരാത്മീയ മരണം. പ്രാർത്ഥിക്കുന്നവരോട് ഇനി പ്രാർത്ഥിക്കരുത്, ആരാധിക്കുന്നവരോട് നീ ഇനി ആരാധിക്കരുത്, നീ ദൈവത്തിന്റെ ഭക്തിയോടുകൂടെ ഇരിക്കരുത്, നീ ആത്മീയ കൂട്ടായ്മയിൽ പോകരുത് എന്ന് പറയുന്ന വാക്ക് ഇതൊരാത്മീയ മരണത്തിന്, ആത്മീയ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, സ്പിരിച്വൽ മർഡറിന് വേണ്ടി ഉപയോഗിക്കുന്ന പിശാചിന്റെ തന്ത്രമാണ്. ഇന്നത്തെ സാഹചര്യങ്ങൾക്കറിയാം, ലോകത്തിന്റെ അവസ്ഥകൾ വളരെ വ്യത്യസ്തമാണ്. അപ്പനെ നഷ്ടപ്പെട്ടവർ, അമ്മയെ നഷ്ടപ്പെട്ടവർ, അപ്പനും അമ്മയെ നഷ്ടപ്പെട്ടവർ, മക്കൾ നഷ്ടപ്പെട്ടവർ, ഭാര്യ നഷ്ടപ്പെട്ടവർ, ഭാര്യ മക്കൾ നഷ്ടപ്പെട്ടവർ എന്ന് തുടങ്ങി മരണം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നു. പക്ഷെ ഒരു വാക്ക് മാത്രം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ കഷ്ടതയിലും ഈ അനർത്ഥങ്ങളിൽ മരിക്കേണ്ടി വന്നാലും, ഈ കഷ്ടതയിലും ഈ അനർത്ഥങ്ങളിലും ഈ വേദനയിലും ഈ മഹാമാരിയാലോ ഒരു മരണം സംഭവിക്കേണ്ടി വന്നാലും ദൈവത്തെ ത്യജിച്ചു പറയുവാൻ ഇടവരരുത്. മരണം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ മരിക്കുവാൻ തയ്യാറായി സ്വയമരണം ദൈവത്തിന്റെ സമയമാകുമ്പോൾ പോകാൻ റെഡിയായിരിക്കോ. ഒന്ന്, സ്പിരിച്വൽ സൂസൈഡ്, ആത്മഹത്യ വരരുത്. രണ്ട്, സ്പിരിച്വൽ മർഡറിംഗ് ഉണ്ടാകരുത്, ആത്മീയ കൊലപാതകം സംഭവിക്കരുത്. അതിന് തിരിച്ച് അതിൽ ലോകപരമായ വാക്കിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മൾ ആത്മഹത്യ ചെയ്യുവാനും കഷ്ടതയാൽ, കഠിന ശോധനയാൽ ആത്മഹത്യ ചെയ്യുവാനും പാടില്ല. രണ്ട്, മറ്റുള്ളവരെ കൊല്ലുവാനും പാടില്ല.
കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ, ന്യൂസുകളിൽ ലോകം മുഴുവനും അറിഞ്ഞ സംഭവങ്ങളാണ്. കടബാധ്യതയാൽ ആത്മഹത്യ ചെയ്തു, സ്വസ്ഥതയില്ലാതെ ആത്മഹത്യ ചെയ്തു. എത്രയോ ആത്മഹത്യ മരണങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതൊന്നും ആർക്കും സംഭവിക്കരുത്. കഷ്ടത ഉണ്ടാകും, വേദന ഉണ്ടാകും, പ്രയാസമുണ്ടാകും. പക്ഷെ ഒരു സത്യം, നമ്മുടെ തലയിൽ ഒരു രോമം താഴെ വീണമെങ്കിൽ ദൈവം അറിയാതെ സംഭവിക്കത്തില്ല. എത്ര പേർക്കൊരു പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ട്? നമ്മുടെ തലയിൽ ഒരു രോമം താഴെ വീഴണമെങ്കിൽ ദൈവം അറിയണം. എന്തെങ്കിലും ഒരു വേദനയിലൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ സഹോദര, ദൈവം അതറിയുന്നു. എന്തെങ്കിലും ഒരു കഷ്ടതയോടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദരിയെ, ദൈവം ഇതറിയുന്നു. മറ്റുള്ളവർ ആക്ഷേപിക്കട്ടെ, മറ്റുള്ളവർ പരിഹസിക്കട്ടെ, നിന്നെ എന്ത് വേണമെങ്കിലും ആക്ഷേപിക്കട്ടെ, എന്ത് വേണമെങ്കിലും പറയട്ടെ. പക്ഷെ വന്ന് ദൈവത്തിന്റെ കൈകളിൽ, ദൈവത്തിന്റെ കൈകളിൽ നീ വിശ്വസ്തതയുള്ളവനായി, വിശ്വസ്തതയുള്ളവളായി, വിശുദ്ധിയുള്ളവനായി, വിശുദ്ധിയുള്ളവളായി നീ നിലനിൽക്കുമെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ യോബിനെ പോലെ അവൻ എത്ര തന്നെ വേദനിപ്പിച്ചാലും, എത്ര തന്നെ പ്രതിസന്ധികൾ വന്നാലും, എത്ര തന്നെ പോരാട്ടം വന്നാലും പ്രത്യാശയോട് ഈ അവനെ പോലെ വിളിച്ചു പറയണം. ഒരു പക്ഷേ എന്റെ ദേഹം രോഗത്താൽ ക്ഷയിച്ചു പോയാലും ഞാൻ എന്റെ ദൈവത്തെ ഞാൻ കാണും, എന്റെ ദൈവത്തെ ഞാൻ കാണും, എന്റെ ദൈവത്തെ ഞാൻ കാണും, എന്റെ ദൈവത്തെ ഞാൻ കാണും എന്നൊരു വിശ്വാസം, എന്നൊരു പ്രത്യാശ ഉള്ള ദൈവത്തിന് സ്തോത്രം പറയട്ടെ. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നിർത്തട്ടെ. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. എന്റെ പ്രിയനെ ഞാൻ കാണും. ഈ കഷ്ടതയുടെ മധ്യേയും എന്റെ പ്രിയൻ എന്നോട് കൂടെയുണ്ട്. ഈ വേദനയുടെ മധ്യേയും എന്റെ പ്രിയൻ എന്നോട് കൂടെയുണ്ട്. എന്റെ പ്രിയന്റെ വലക്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഈ കർത്താവിന്റെ കൈവിടുന്ന ദൈവമല്ല, ഈ ദൈവനെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഈ യോബിന്റെ സഹിഷ്ണുത പോലെ സഹിഷ്ണുതയുള്ളവനായി ഞാൻ ജീവിക്കും, അന്ത്യത്തോളം ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇനിയുള്ള ജീവിതത്തിന്റെ അവസാനം വരെ വിശ്വസ്തയോടെ യാത്ര ചെയ്യൂ. അവൻ വിശ്വസ്തയോടെ യാത്ര ചെയ്യുവാനായി അവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താടേ. അയ്യോ കർത്താവേ, ഇതുവരെ എന്നെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വിശ്വസ്തയോടെ യാത്ര ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻപാകെ നമ്മെ സമർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയോ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ
ക്രൂശേ നോക്കി യുദ്ധം ചെയ്യുന്ന യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വാരി ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വാരി പൂർവപിതാക്കള അപ്പോസ്തല ദൂരാവേദർശിച്ച് പൂർവപിതാക്കള അപ്പോസ്തല ദൂരാവേദർശിച്ച് ആകെയം ചെയ്താമെന്നെണ്ണി ലാഭോ അന്യനെന്നെണ്ണി അന്യനെന്നെണ്ണി ലോകമാവിൽ യാത്ര ചെയ്യോ ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യുന്ന യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വാരിയും ജീവൻ രക്ഷകനാ അന്ത്യശ്വാസം വാരിയും മൃഗത്തിനപ്പം ഞാൻ കഷ്ടത്തിൻ കണ്ണൂരിൽ ഒളിച്ചെന്നാലും മൃഗത്തിനപ്പം യേശുവേ ദേവി ദുഃഖത്ത ക്ഷയിച്ചോ എല്ലാം പ്രതികൂലമായെന്നാലും